കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വാമ്പയർ ഡയറീസ് സീരീസിന്റെ വലിയൊരു ഫാനാണ് ഈ മെസ്സേജ് ചെയ്ത കുട്ടി. മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ആ മെസ്സേജ് അയച്ച കുട്ടി ഒരു വാമ്പയർ സീരീസ് ഫാനാണ്, അതുകൊണ്ട് തന്നെ വാമ്പയർസിന്റെ പോലുള്ള ടീത്ത് കുട്ടിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിനോട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ തീർച്ചയായിട്ടും കുട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുട്ടിയുടെ പ്രധാന ആവശ്യം കോമ്പലുകൾ അഥവാ കനൈൻസ് ഇതുപോലെ ആക്കി തരുമോ എന്നായിരുന്നു. കനൈൻസ് പൊതുവെ ഒരു ഷാർപ്പായിട്ടുള്ള ടൂത്താണ്. ഇത് നമ്മുടെ ഫുഡ് കടിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പല്ലാണ്. ഈ കോമ്പലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ മുഖത്ത് തന്നെ നമ്മൾ പില്ലർ ഓഫ് ദി മൗത്ത് എന്ന് പറയുന്നത് ഈ കനൈൻസിനെയാണ്. നമ്മുടെ വായിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള വേരുള്ളത് ഈ കനൈൻസിനാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലാണ് കനൈൻസ്. അതുകൊണ്ട് തന്നെ എന്റെ പേഷ്യൻസിനോട് ഞാൻ കനൈൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യാറില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒട്ടും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ കനൈൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേഷ്യന്റിനോട് പറയാറുള്ളൂ. കനൈൻസ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, അതായത് കനൈൻസ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും പല്ലിന്റെ മിഡ് ലൈന് ഷിഫ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏത് സൈഡിലാണോ പല്ല് എടുത്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് മുൻനിരയിലുള്ള പല്ലുകളൊക്കെ കുറച്ചൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകാറുണ്ട്. അതിപ്പോൾ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു അഭംഗിയായിരിക്കും. ചുണ്ടിന്റെ നേരെ നടുക്കായിരിക്കില്ല നടുക്കത്തെ പല്ലുണ്ടാവുക. അതിന് പകരം കുറച്ചൊന്ന് ടിൽറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് മൂവ് ചെയ്ത രീതിയിലായിരിക്കും ഈ മിഡ് ലൈൻ ഷിഫ്റ്റിൽ ഉണ്ടാവാറുള്ളത്. മാത്രമല്ല നമ്മുടെ മുഖത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ താടിയലിന്റെ ആർച്ചിന്റെ ഷേപ്പ് നിശ്ചയിക്കുന്നതിലും ഈ കോമ്പലുകൾക്ക് പ്രധാന പങ്കുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 4 കോമ്പലുകളാണുള്ളത്. കോമ്പലുകൾ പൊതുവെ ഷാർപ്പ് ആണെങ്കിലും ഈ വാമ്പേഴ്സിന്റെ പോലെ അത്രയും ലെങ്തിലൊന്നും കാണാറില്ല. എന്തെങ്കിലും സാഹചര്യത്തിൽ കോമ്പൽ എടുത്തു കളയേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഈ കോമ്പൽ എങ്ങനെ വാമ്പയർ ടൂത്ത് ആക്കി മാറ്റാം? 3 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ 2 രീതി മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. 3ാമത്തെ രീതി ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ അത്രയും വാമ്പയർ ഫാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം 3ാമത്തെ രീതി ട്രൈ ആവുന്നതാണ്. നമ്പർ 1, നമുക്ക് കോമ്പോസിറ്റ് ഫില്ലിങ്ങുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലെങ്ത് കൂട്ടാവുന്നതാണ്. ഇങ്ങനെ ലെങ്ത് കൂട്ടി ഷാർപ്പാക്കി വെക്കാം. നമുക്ക് ഇൻ കേസ് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ പല്ലിന് കാര്യമായിട്ടുള്ള ഡാമേജുകളൊന്നും ഉണ്ടാക്കില്ല. രണ്ടാമതായിട്ട് റീറ്റെയിനറിനകത്ത് നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ ക്ലിയർ ട്രേ ആണ്. അതിന്റെ കൂടെ തന്നെ പല്ലിൽ ഇതുപോലെ നീളം കൂടിയിട്ടുള്ള രീതിയിൽ എക്സ്ട്രാ ആയിട്ട് വരും. ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും ഹാലോവീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കാരണം നിങ്ങൾക്ക് വായിൽ മുറിവുണ്ടാവാനൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ്. ഈ ആദ്യം പറഞ്ഞ കോമ്പോസിറ്റ് ഉള്ള രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വായിൽ മുറിവുണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും എക്സസീവ് ആയിട്ടുള്ള നീളം ഉണ്ടെങ്കിൽ കവിളിലും അതുപോലെ തന്നെ നാക്കിലൊക്കെ മുറിവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലെങ്ത് ഉള്ളത് നമുക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല ഹെൽത്തി വേ. കാരണം സ്ഥിരമായിട്ട് കടികൊണ്ട് മുറിയുന്ന ഭാഗങ്ങളിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി 3ാമത്തെ രീതി ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ രീതി എന്ന് പറയുന്നത് ക്യാപ്പ് ചെയ്യുന്ന രീതിയാണ്. ക്യാപ്പിൽ തന്നെ ഇതുപോലെ ലെങ്ത് കൂട്ടി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള രീതിയല്ല. കാരണം ഇത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ക്യാപ്പ് പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യേണ്ടി വരും. നമ്മൾ പല്ലിന്റെ സൈസ് ചെറുതാക്കിയതിനു ശേഷം ഇതുപോലെ ക്യാപ്പ് നമ്മൾ നോർമൽ സൈസ് ചെയ്യുന്നതിന് പകരം ഈ വാമ്പയർ ടൂത്ത് പോലെ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് നിങ്ങളുടെ പല്ലില് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പല്ലിനെ നമ്മൾ വെറുതെ ഷേപ്പ് ചെയ്തിട്ടാണ് ക്യാപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാം. തീർച്ചയായിട്ടും ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വഴിയുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഒരു ഹാലോവീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ റീറ്റേണറിന് കൂടെ ചെയ്യുന്ന വാമ്പയർ ടൂത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് ഫില്ലിംഗ് ചെയ്തിട്ട് വാമ്പയർ ടൂത്ത് ചെയ്യാവുന്നതാണ്. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് തന്നെ പോകേണ്ടതാണ്. എന്നാൽ റീറ്റെയിനറിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിമൂവ് ചെയ്യാനും പിന്നെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് ഡെഞ്ചറിനകത്ത് ഇതുപോലെ എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ പല്ലിൻ്റെ മേളിൽ തന്നെ വെക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വെക്കാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ടോപ്പിക്കുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. വാമ്പയർ ടൂത്ത് വേണമെന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഡോക്ടർ അജ്ന സലീം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.